അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷെഫ് സ്റ്റോപ്പിലെ ഒരു വെറൈറ്റി ഐറ്റമാണ് ഇവിടുത്തെ ശംഖുപുഷ്പത്തിൻ്റെ ഡ്രിങ്ക് ഓഫ് ഗോഡ്സ്, ദൈവങ്ങളുടെ ഡ്രിങ്കാണ്. അമൃത് എന്നൊരർത്ഥമാണ്. അമൃത്, ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ്. സഞ്ചാരി ട്രാവൽ വേൾഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പിന്നിലൊരു ഫുഡ് ട്രക്ക് നിങ്ങൾ കണ്ടു കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഒരു ഫുഡിൻ്റെ വീഡിയോ ആയിരിക്കും അത്. പക്ഷേ വ്യത്യസ്തമായൊരു ഫുഡായിരിക്കും. നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത, ഇതുവരെ കഴിക്കാത്ത വ്യത്യസ്തമായൊരു ഫുഡാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ ഫുഡ് ട്രക്ക് ഇതൊരു സിനിമയിൽ ഉള്ള ഒരു ഫുഡ് ട്രക്കും കൂടാണ്. ബോളിവുഡ് ഒരു സിനിമയിലുള്ള ഒരു ഫുഡ് ട്രക്കും കൂടാണ്. അപ്പോൾ അതൊരു ഹിന്ദി ഫിലിമിലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയുന്നുണ്ട്. അപ്പം ആ ഒരു ഫുഡ് ട്രക്ക് ഇന്നിപ്പം നമ്മുടെ കേരളത്തിൽ കൊല്ലത്താണ് ഈ ഒരു ഫുഡ് ട്രക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തുള്ള ഫുഡാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് നമ്മുടെ വാഴക്കൂമ്പുണ്ടല്ലോ, വാഴക്കൂമ്പിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന വാഴയുടെ പൂവ് കൊണ്ട് ഉണ്ടാക്കിയ മീൻ ബിരിയാണി. അപ്പോൾ വാഴക്കൂമ്പിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത വാഴപ്പൂവ് കൊണ്ടുണ്ടാക്കിയ മീൻ ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. അതുപോലെ ഇവിടുത്തെ പ്രത്യേകമായ ഒരു ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ചായയൊക്കെ ഉണ്ട്. നമുക്കത് അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല, എങ്കിലും നമ്മളത് നോക്കാം. നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളെ കാണുന്ന ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, എപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. കീപ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്. അപ്പം ഈ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നാച്ചുറലാണ്. ഇവിടുത്തെ മതിൽ പോലും എന്താ പറയുന്നത്, ഈ മണ്ണിൽ പൊതിഞ്ഞുണ്ടാക്കിയിരിക്കുന്ന, നമ്മുടെ കളിമണ്ണും കൊണ്ട് പൊതിഞ്ഞുണ്ടാക്കിയിരിക്കുന്ന മതിലാണ്. അതുപോലെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു കിണർ കാണാം. അപ്പം കിണറും കണ്ടോ, കളിമണ്ണും കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് കിണറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഒരു നാച്ചുറൽ ടച്ചാണ്. ഇവിടുത്തെ ഫുഡും അങ്ങനെ തന്നെയാണ്. വളരെ പ്രത്യേകതയാണ് ഇവിടുത്തെ ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്. അതുമാത്രമല്ല, ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. മെഡിസിനൽ വാല്യൂസ് ഉള്ള ഡ്രിങ്ക്സും ഫുഡും തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പം ഇത് പ്രഷർ ചീര കണ്ടോ, നമ്മൾ മാംഗോ മഡോസിൽ നമ്മൾ മേടിച്ചൊരു സംഭവമാണ് പ്രഷർ ചീര, പ്രഷർ കുറയ്ക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, അതുകൊണ്ട് ശംഖുപുഷ്പം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് വേറെ എവിടെയോ ഞാൻ 1-2 പൂവ് കണ്ടിരുന്നു. അപ്പം എന്തേ ഇത് കണ്ടോ, ശംഖുപുഷ്പം. അപ്പം ഇത് വെച്ചുള്ള ടീ ഒക്കെ ഉണ്ട്. അതിൻ്റെ അത് വേറെ കുറേ സീക്രട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മളിനി ഇവിടുത്തെ, അപ്പോൾ ഇതാണ് ഷെഫ് സ്റ്റോപ്പ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ രാവിലെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ഓരോ ടേബിളിൻ്റെ ഇവിടെയും ഒരു ഹോൺ വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ കാലത്തെ ഹോണാണ്, പഴയ കാലത്തെ എയർ ഹോൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു നാച്ചുറൽ ടച്ചിലാണ്. എല്ലാം കണ്ട കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു നാച്ചുറൽ ടച്ചിലാണ് ഇതിൻ്റെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് ഈ ഹോൺ ഞെക്കാമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് സ്റ്റാഫൊക്കെ നമ്മുടെ ടേബിൾ വരാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്, ഇങ്ങനെ ഹോണും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷെഫ് സ്റ്റോപ്പിലെ ഒരു വെറൈറ്റി ഐറ്റമാണ് ഇവിടുത്തെ ശംഖുപുഷ്പത്തിൻ്റെ ടീ. അതിന് വേറെന്തോ പേരാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബ്രദർ ഷൈൻ ബ്രദറാണ് ഇതിൻ്റെ ഓണർ മാത്രമല്ല ഈ കൺസെപ്റ്റിന് പിന്നിലുള്ള ഐഡിയ ഷൈൻ ബ്രദർ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ഒഴിക്കുന്നുണ്ട്.
എന്താണെന്നൊന്നും ചോദിക്കുന്നില്ല, അത് അവരുടെ സീക്രട്ട് റെസിപ്പി ആയിക്കോട്ടെ, കുഴപ്പമില്ല. പനയുടെ കൽക്കണ്ടാണ് അല്ലേ? അതിൻ്റെ അകത്തൊരു വേരിട്ടിട്ടുണ്ടല്ലോ, അത് രാമച്ചാണ്. പനം കൽക്കട്ടം കുറച്ച് എല്ലാ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. ഞങ്ങൾ 4 പേരുണ്ട്, ഫാമിലിയായിട്ട് ഞങ്ങൾ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ശംഖുപുഷ്പത്തിൻ്റെ ഇലയൊക്കെ ഇട്ട് ഒരുപാട് സമയം ചൂടാക്കി എടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടീ ആണ്. ഇതിനെന്താ ശരിക്കും പറയുന്നത്? ആംബ്രോസിയ. അപ്പം ഡ്രിങ്ക് ഓഫ് ഗോഡ്സ്, ദൈവങ്ങളുടെ ഡ്രിങ്കാണ്, അല്ലെങ്കിൽ അമൃത് എന്നൊരർത്ഥമാണ്. അമൃത്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്പെഷ്യൽ ടീ ആണ്, നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ബ്ലൂയിഷ് കളറിലാണ്, കടലിൻ്റെ നിറമാണ്. ആംബ്രോസിയ, അമൃത് എന്നൊരു മീനിങ് കൂടെ ഉണ്ട്. ദൈവങ്ങളുടെ ഡ്രിങ്കാണ് ഇത്. 4 ഉണ്ട്. ഞങ്ങൾ ഫാമിലിയായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടുത്തെ സ്പെഷ്യൽ കുറേ ഐറ്റംസ് ഉണ്ട്, നമുക്ക് എങ്ങും കിട്ടാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. കേരളത്തിൽ ഇവിടെ മാത്രം ലഭിക്കുന്ന ചില ട്രഡീഷണൽ സീക്രട്ട് റെസിപ്പീസ് അടങ്ങിയിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതാണ് ട്രൈ ചെയ്യുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ ഡ്രിങ്കാണ്. ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്ന അറിയത്തില്ല, അവരുടെ കുറേ സീക്രട്ട് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു, ഒരു വേരെന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ പനയുടെ ഒരു കൽക്കണ്ടം ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശംഖുപുഷ്പം വേണമെങ്കിൽ നമുക്ക് കഴിക്കുമില്ലെങ്കിൽ കളയാം, അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. എന്തായാലും ഫസ്റ്റ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറൊന്നും കളയെല്ലാം ചവച്ചരച്ച് കഴിക്കാം. സാധാ ടീയുടെ ഡ്രിങ്ക് ടേസ്റ്റൊന്നുമല്ല, ഒരു എന്താ പറയുക, ജ്യൂസ് കുടിക്കുന്ന പോലെ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അത് ഏതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ ടേസ്റ്റാണ്, ഡ്രിങ്ക് ഓഫ് ഗോഡ്സ് ആണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അത് നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അത് നിങ്ങളിവിടെ വന്ന് ടേസ്റ്റ് ചെയ്താൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പം സംഭവം ഹെൽത്തി ഡ്രിങ്കാണ്, നാച്ചുറൽ ഡ്രിങ്കാണ്. അപ്പം അതെന്താണ് അതിൻ്റെ ഹെൽത്തി, അതിൻ്റെ ഗുണവശങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അടിപൊളി. അപ്പം എങ്ങനെയുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ടീ? ഫസ്റ്റ് ടൈം കുടിക്കുന്നത്. കറക്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ടീയുടെ ടേസ്റ്റ് ഒന്നുമില്ല. ഡ്രിങ്ക് ഹെൽത്തി ഡ്രിങ്ക് ആണെന്ന് ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടത്. നമ്മുടെ സൗന്ദര്യത്തിനും മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് കണ്ടത്. എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബച്ചിനും എങ്ങനെയുണ്ട്? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫുഡ് ട്രക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് കയറുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വാഴക്കൂമ്പിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴപ്പൂവും കൊണ്ടുള്ള ഫിഷ് ബിരിയാണിയും അതുപോലെ പ്രോൺസ് ബിരിയാണിയാണ്. ഇത് പ്രോൺസ് ആണ്, ഇത് ഫിഷാണ്. നല്ല കിടിലം മണമാണ്. ഇതുണ്ടാക്കുന്ന കണ്ടല്ലോ അല്ലേ, ശരിക്കും വായിൽ വെള്ളമൂറും. നാച്ചുറൽ ഇൻഗ്രീഡിയൻസും കൊണ്ട് ചെയ്തിരിക്കുന്നൊരു സംഭവമാണ്. അപ്പം ഇനിയിപ്പം നമ്മുടെ പംകിൻ ബിരിയാണിയുടെ വരാനുണ്ട്. അത് വന്നുകൊണ്ടിരിക്കുന്നു. അടിപൊളി, ഒരു രക്ഷയില്ല. അടുത്ത നമ്മൾ പംകിൻ ബിരിയാണിയുടെ കാണിക്കാം. ആയിവ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പംകിൻ ബിരിയാണി. അപ്പോൾ ഇത് കഴിക്കണമെങ്കിൽ ഇത് മുറിച്ചിട്ട് വേണം ഇത് കഴിക്കാനൊക്കെ. അപ്പോൾ അത് ഒരു മുട്ട കണ്ടോ, മുട്ട അതിന് കുടയൊക്കെ പിടിപ്പിച്ച് വായിൽ എനിക്ക് തോന്നുന്നു ക്യാരറ്റിൻ്റെ പീസാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രീതിയിൽ അത് ഡെക്കറേഷൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം പംകിൻ ബിരിയാണി അതും കിടിലൊരു സംഭവമാണ്. അപ്പോൾ ഇവിടുത്തെ പ്ലേറ്റ് വേറെ സ്പെഷ്യാലിറ്റിയാണ്. നോക്കിയേ, മൺചട്ടി പോലത്തെ ഉള്ള പാത്രമാണ്, മൺപാത്രം എന്ന് പറയാം അല്ലേ, കറക്റ്റ് മൺപാത്രമാണ്. അതിൻ്റെ അകത്ത് ഇല വെച്ചുകൊണ്ടാണ് നമുക്കിവിടെ ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ് തരുന്നത്. നമ്മൾ സാധാരണ കാണുന്ന പോലുള്ള പ്ലേറ്റ്സ് ഒന്നും അല്ല. അപ്പോൾ എല്ലാം നല്ല നാച്ചുറലായിട്ട് തന്നെയാണ്. ബീഫ് കൂടെ ബ്ലെൻഡ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ചമ്മന്തിയും കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ
നല്ല ടേസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷെഫ് പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. അപ്പം ചമ്മന്തിയും ബീഫും ചോറും. ഓ, അടാറ് അടിപൊളി കിടു. നെക്സ്റ്റ് നമ്മുടെ കൂമ്പിൻ്റെ അകത്ത് വാഴപ്പൂ ഫിഷ് ബിരിയാണി.